പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി വചനവുമായി നിൽക്കുവാൻ അടിയനെ ദൈവം കൃപ ചെയ്തതിനോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ നാളുകൾക്ക് ശേഷം വീണ്ടും നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം കൃപ ചെയ്തു. പല പല തിരക്കുകളായിട്ട് വചനം ഷൂട്ട് ചെയ്യാനൊന്നും സാധിച്ചില്ല. ഇന്ന് ദൈവം അതിനായി കൃപ ചെയ്തിരിക്കുന്നു. ദൈവം അതിനായിട്ടുള്ള വഴി ഒരുക്കിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അഭിഷേകത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കരം നമ്മുടെ കരത്തെ പിടിച്ച് നടത്തുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും നമുക്ക് മുട്ടുണ്ടാകുകയില്ല. കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുകയാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്കൊന്നും മുട്ടുവരത്തില്ല. കർത്താവാണ് നമ്മെ വഴി നടത്തുന്നതെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച ദൈവമക്കളായ ഓരോ ദൈവമക്കളെയും വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തിയാൽ നിശ്ചയമായും ജീവിതത്തിൽ നമുക്ക് പ്രതികൂലങ്ങൾ കടന്നു വരുന്നില്ല എന്നല്ല, കടന്നു വരും. പക്ഷേ ആ പ്രതികൂലങ്ങളെ അതിജീവിച്ചുകൊണ്ട് ദൈവം നമ്മെ മുന്നോട്ട് നടക്കുവാനുള്ള വഴി പറഞ്ഞു തരുന്നു. നമ്മളെ ഉള്ളിലിരിക്കുന്ന ആ പരിശുദ്ധാത്മാവ്, നമ്മുടെ കൂടെ ഇരിക്കുന്ന ആ പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തും. നമുക്ക് നല്ല ആലോചനകൾ പറഞ്ഞു തന്ന് നാം എപ്രകാരം നടക്കണമെന്നുള്ളതെല്ലാം കർത്താവ് നമുക്ക് പറഞ്ഞു തന്ന് നമ്മെ വഴി നടത്തും. അങ്ങനെ നമ്മുടെ കൂടെ പരിശുദ്ധാത്മാവ് ഇരിക്കണമെങ്കിൽ നാം എങ്ങനെ ആയിരിക്കണം? നാം കർത്താവിനെ കീഴ്പ്പെടുന്ന, കർത്താവിനെ അനുസരിക്കുന്ന, കർത്താവിൻ്റെ ഇഷ്ടങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന, നടക്കുന്ന വ്യക്തി ജീവിതങ്ങളായിരിക്കണം. കർത്താവ് നമ്മോട് സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന കാര്യങ്ങൾ നാം അതുപോലെ അനുസരിക്കുന്ന വ്യക്തി ജീവിതങ്ങളാണെങ്കിൽ മാത്രമേ കർത്താവ് നമ്മെ വഴി നടത്തുകയുള്ളൂ. കർത്താവ് നമ്മോട് സംസാരിക്കുമ്പോൾ കർത്താവിൻ്റെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് നമ്മുടെ ഇഷ്ടത്തിനാണ് നാം പ്രവർത്തിക്കുന്നു എങ്കിൽ പിന്നെ കർത്താവ് നമ്മെ വഴി നടത്തുവാൻ ആഗ്രഹിക്കത്തില്ല. അപ്പോൾ നമ്മുടെ കർത്താവ് നമ്മെ വഴി നടത്തണമെങ്കിൽ കർത്താവ് നമ്മുടെ ഉള്ളിൽ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും നാം കൃത്യമായി, കർത്താവ് നമ്മോട് എപ്രകാരം നടക്കണം, എപ്രകാരം ജീവിക്കണം, എപ്രകാരം ഓരോ കാര്യങ്ങളും ചെയ്യണമെന്ന് നമ്മുടെ ഉള്ളിലിരുന്ന് ബുദ്ധി ഉപദേശിച്ചു തരുമ്പോൾ അത് നാം മനസ്സിലാക്കി അതിനെ ഏറ്റെടുത്തുകൊണ്ട് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ കർത്താവ് നമ്മെ ഓരോ നിമിഷവും അത്ഭുതകരമായി വഴി നടത്തുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കർത്താവിനോട് എപ്പോഴും പറയുക, കർത്താവേ, അങ്ങ് എൻ്റെ കരത്തെ പിടിച്ച് നടത്തണമേന്ന്. കർത്താവ് കരം പിടിച്ച് നടത്തിയാൽ ദൈവമക്കളെ ഒരിക്കലും നമുക്ക് ഒരു പ്രശ്നമോ ഒരു ബുദ്ധിമുട്ടോ കടന്നു വരത്തില്ല. കർത്താവ് നമ്മുടെ കരത്തെ പിടിച്ച് നടത്തുമ്പോൾ നമുക്ക് യാതൊരു ആപത്തനർത്ഥങ്ങളൊന്നും വരാതെ കർത്താവ് നമ്മെ കാത്തു സൂക്ഷിക്കും. നമ്മുടെ ഈ ലോകത്തിലെ പിതാവ് നാം കുഞ്ഞായിരുന്നപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പിതാവ് നമ്മുടെ കരം പിടിച്ചു നടത്തുമ്പോൾ നമ്മെ അപകടങ്ങളൊന്നും വരാതെ നമ്മുടെ ഈ ലോകത്തിലെ പിതാവ് നമ്മളെ കെയർ ചെയ്യാറുണ്ട്. നാം കുഞ്ഞായിരുന്ന സമയത്ത് പിതാവ് നമ്മെ കരം പിടിച്ച് നമ്മെ ആണ് നടത്തിക്കൊണ്ടുപോകുന്നത്. നമ്മുടെ ഈ ലോകത്തിലെ പിതാവ്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ലോകത്തിലെ പിതാവ് നമ്മുടെ കരം പിടിച്ചു നടത്തുമ്പോൾ നമുക്ക് ഒരു അനർത്ഥങ്ങളും വരാതെ, നമുക്കൊരു ബുദ്ധിമുട്ടും വരാതെ, നമുക്കൊരു അപകടവും വരാതെ ഒക്കെ നമ്മെ സൂക്ഷിക്കുന്നുവെങ്കിൽ നമ്മുടെ സർവശക്തനായ ദൈവം, നമ്മുടെ സർവശക്തനായ പിതാവ്
നമ്മുടെ കരം പിടിച്ച് നടത്തിയാൽ എപ്രകാരമായിരിക്കും ദൈവമക്കളെ? നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മുടെ കരം പിടിച്ച് നടത്തിയാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും കടന്നു വരത്തില്ല. പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അതിൽ നിന്നെല്ലാം ദൈവം നമ്മെ വഴി മാറ്റി തെളിച്ച് നമ്മെ കൊണ്ടുപോയി ആ പ്രശ്നങ്ങളിൽ നിന്ന് അതിജീവിക്കുവാനുള്ള കൃപ നമ്മളിലേക്ക് പകർന്ന് കർത്താവ് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും നമ്മെ വിടുവിച്ച് കാത്തുപരിപാലിച്ച് നമ്മെ കൊണ്ടുപോകും. നമ്മുടെ ഓരോ ആവശ്യങ്ങളും കർത്താവ് മുന്നമേ അറിഞ്ഞ് മനസ്സിലാക്കി നമ്മെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. കർത്താവ് നമ്മുടെ കരം വിട്ടാൽ നമുക്ക് സകലതും പലതും നമുക്ക് നഷ്ടമായി തീരും. കർത്താവ് നമ്മുടെ കരത്തെ പിടിക്കണമെങ്കിൽ നാം എപ്പോഴും കർത്താവ് ആഗ്രഹിക്കുന്ന പ്രകാരം വചനത്തിൽ കീഴ്പ്പെട്ട് ദൈവത്തെ കീഴ്പ്പെട്ട് പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവമക്കളായിരിക്കണം. കർത്താവിനെ എപ്പോഴും നന്ദിയുള്ളവരായി, കർത്താവിനെ എപ്പോഴും ആരാധിക്കുന്ന, കർത്താവിനെ എപ്പോഴും സ്തുതിക്കുന്ന മക്കളെയാണ് കർത്താവ് കരം പിടിച്ചു നടത്തുന്നത്. കർത്താവിനോട് ചേർന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെയാണ് കർത്താവ് കരം പിടിച്ചു നടത്തുന്നത്. നാം കർത്താവുമായിട്ട് ചേർന്നിരിക്കുവാൻ എത്രത്തോളം ആഗ്രഹിക്കുവോ അതനുസരിച്ച് കർത്താവ് നമ്മെ വഴി നടത്തും. കർത്താവ് നമ്മുടെ കരം പിടിച്ച് നമ്മെ നടത്തും. അപ്പോൾ ഞെരുക്കങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ട്. ഈ കാര്യങ്ങൾ എങ്ങനെ ചെയ്യുമെന്ന് നാം ചിന്തിക്കുമ്പോൾ കർത്താവ് തന്നെ വഴി നമുക്ക് തെളിച്ചു തരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നീ ഇപ്രകാരം ചെയ്യുക, ഇന്ന കാര്യം ചെയ്യുക എന്നൊക്കെ, നീ ഈ കാര്യം ചെയ്താൽ നിനക്ക് അതിന് വിടുതൽ ലഭിക്കും എന്നൊക്കെ കർത്താവ് നമുക്ക് ബുദ്ധി ഉപദേശിച്ച് നമ്മെ വഴി നടത്തും. കർത്താവിൻ്റെ കരത്തെ ഒരിക്കലും കർത്താവ് നമ്മുടെ കരം വിട്ട് കളയാതിരിപ്പാൻ നാം ആഗ്രഹിക്കണം. കർത്താവ് നമ്മുടെ കരത്തെ മുറുകെ പിടിച്ച് തന്നെ നമ്മോട് കൂടെ എപ്പോഴും ആയിരിക്കാൻ നാം ആഗ്രഹിക്കണം. അപ്പോൾ കർത്താവിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ ചെയ്താൽ കർത്താവ് നമ്മുടെ കരത്തെ വിടുവാനിടയാവും. അതുകൊണ്ട് കർത്താവിന് ഇഷ്ടമുള്ള പ്രവൃത്തികൾ ചെയ്ത്, കർത്താവിന് ഹിതമുള്ള പ്രവൃത്തികൾ മാത്രം ചെയ്ത് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ ദൈവമക്കളെ, കർത്താവ് നമ്മെ ഒരിക്കലും കൈവിടത്തില്ല, ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. കർത്താവ് നമ്മെ വഴി നടത്തുന്ന അത്ഭുത വിധങ്ങൾ ഓർത്ത് നമുക്ക് തന്നെ അതിശയമാകുമാവണ്ണം കർത്താവ് നമ്മെ വഴി നടത്തും. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ ആ ടേണിംഗ് പോയിന്റ് എത്തുമ്പോഴായിരിക്കും ദൈവം അവിടെ വിടുതൽ നൽകുന്നത്. അതുവരെയും നാം ചിലപ്പോൾ എങ്ങനെയെന്ന് ചിന്തിച്ച് ഭാരപ്പെടും. പക്ഷെ ആ ടൈം ആകുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ അനുഭവിക്കുവാൻ സാധിക്കും. ഞാനത് അനേകം സമയം ഞാൻ അത് അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. കർത്താവ് എന്നെ അത്ഭുതകരമായി, ഞാൻ വളരെ മനസ്സിൽ പ്രയാസപ്പെടും ചില കാര്യങ്ങൾക്ക്. പക്ഷേ ആ ടൈം ആകുമ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത് എപ്പോഴും അനുഭവിക്കാറുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഞാൻ ചില കാര്യങ്ങളെ ഓർത്ത് വളരെയധികം ചിലപ്പോൾ വേദനിക്കും. പക്ഷെ ആ ടൈം ആകുമ്പോൾ എങ്ങനെയെന്നറിയില്ല, അത്രയ്ക്കും അത്ഭുതകരമായിട്ട് ആ വിഷയത്തിന് പരിഹാരത്തെ ദൈവം നൽകാറുണ്ട്. അനുഭവത്തിൽ നിന്നാണ് ദൈവമക്കളെ പറയുന്നത്. കർത്താവിനെ ആരാധിക്കുന്നതിൽ നാം ഒരിക്കലും മടുപ്പ് വയ്ക്കരുത്. നാം വചനം വായിക്കുന്നതിൽ മടുക്കരുത്. വചനം വായിക്കണം. എന്നും എഴുന്നേറ്റാൽ ഉടനെ പ്രാർത്ഥിച്ച് വചനം വായിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തോട് നന്ദിയുള്ളവരായി, ദൈവത്തിനോട് എത്രത്തോളം നന്ദി പറയുവാൻ കഴിയുമോ, എത്രത്തോളം സ്തോത്രം പറയുവാൻ കഴിയുമോ, എത്രത്തോളം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുമോ അത്രത്തോളം നാം മഹത്വപ്പെടുത്തി നമുക്ക് ലഭിക്കുന്ന സമയമെല്ലാം നമുക്ക് ജോലിയിലായിരിക്കുമ്പോഴും ദൈവത്തിനെ മഹത്വപ്പെടുത്താൻ സാധിക്കും. നമുക്ക് ദൈവത്തെ മനസ്സിൽ എപ്പോഴും ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കാൻ സാധിക്കും. ദൈവത്തെ മഹത്വപ്പെടുത്തി എപ്പോഴും യേശുവപ്പ
നന്ദിയപ്പ 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 അപ്പാ മഹത്വം 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 എന്ന് നാം ഉരുവിട്ടുകൊണ്ട് നാം ജീവിക്കുകയാണെങ്കിൽ കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ അത്ഭുതകരമായി വഴി നടത്തും. ദൈവമക്കളെ, അത്ഭുതകരമായി വഴി നടത്തും. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ നമുക്ക് രുചിച്ചറിയുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ച് നാം ജീവിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വൻ പ്രവൃത്തികൾ, അത്ഭുത പ്രവൃത്തികൾ, അതിശയ പ്രവൃത്തികൾ നമുക്ക് കണ്ട് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് രുചിച്ചറിയുവാൻ സാധിക്കും ദൈവമക്കളെ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നാം ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായി, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി, ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളായി നാം ആയിരിക്കാൻ ശ്രമിക്കണം. നാം മാക്സിമം ശ്രമിക്കണം. അങ്ങനെ വരുമ്പോൾ കർത്താവിൻ്റെ വലിയ സംരക്ഷണം, കർത്താവ് നമ്മുടെ കൂടെ എപ്പോഴും ആയിരിക്കും. കർത്താവ് നമ്മുടെ കരത്തെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. നമ്മുടെ കരത്തെ മുറുകെ പിടിച്ച് കർത്താവ് നമ്മെ വഴി നടത്തും. അതിനായി ദൈവമക്കളെ, നിങ്ങളെ ഏവരെയും ദൈവം ഒരുക്കട്ടെ. ദൈവം നിങ്ങളുടെയും കരം എപ്പോഴും പിടിച്ച് നടത്തുന്ന കർത്താവായിരിക്കാൻ, നിങ്ങളുടെ കരത്തെയും ദൈവം പിടിക്കുവാനായിട്ട്, എപ്പോഴും ചേർത്ത് പിടിക്കുവാനായിട്ട് അടിയൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.